ജനുവരി 1 ആരംഭിച്ച ഇന്ത്യൻ കാലിക്കറ്റ് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം ഒപ്പം എന്ന ടാഗ്ലൈനിലുള്ള ഈ കേരളയാത്ര 12ാം ദിവസമാണെന്ന് എല്ലാ ദിവസങ്ങളിലും നല്ല മീഡിയ കവറേജ് കിട്ടിയതിൽ എല്ലാ സന്തോഷവും രേഖപ്പെടുത്തുന്നു. എല്ലാ ജില്ലകളിലും അതായത് പ്രദേശത്തെ ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും സാമൂഹ്യ സാംസ്കാരിക നായകരെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതാത് ജില്ലകളുടെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നു. എല്ലാം സമാഹരിച്ച് സമാപനത്തിൽ ഇതിന് പഠനങ്ങൾ കൂടി ചർച്ച ചെയ്ത് പഠന പരിഹാരങ്ങളോടുകൂടെ കേരള മുഖ്യമന്ത്രിയെ മെമ്മോറണ്ടം മുഖാനം കൊടുക്കാനും അതുപോലെ കേന്ദ്ര ഭരണകൂടത്തെയും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെയും അറിയിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. ഇവിടെ ഒന്നാമതായി വന്യജീവി ശല്യങ്ങൾ വളരെ രൂക്ഷമായ ഒരു മേഖലയാണ് ഇടുക്കി. കഴിഞ്ഞ 2025 മാത്രം 4 പേരും കഴിഞ്ഞ 23 മാസത്തിൽ 12 പേരുമാണ് വന്യജീവി ശല്യത്തിൽ കൊല്ലപ്പെട്ടത്. അതിന് നല്ലൊരു പരിഹാരം കാണണം. ഒന്ന്, മുല്ലപ്പെരിയാർ പട്ടണം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. അതിന് പ്രകടനപത്രികയിലും മറ്റും ആവശ്യങ്ങൾ വരുന്നു എന്നല്ലാതെ സ്ഥിരമായൊരു പരിഹാരമാർഗം ഇതുവരെ വന്നിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ അതിൻ്റെ തകരാറ് കണ്ടെത്തി നല്ല പുതിയ കരാർ എന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടത് എന്തുണ്ടോ അതെല്ലാം ചെയ്യുക. കാർഷിക പ്രതിസന്ധി കൂടുതൽ കർഷകരുള്ള പ്രദേശമാണ് ഇടുക്കി ജില്ല. വിളകൾക്ക് വേണ്ടത്ര വില കിട്ടാതെ നിശ്ചയിച്ച വില തന്നെ വളരെ വൈകി പല കർഷകരും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. കർഷകരാണ് ഞങ്ങളും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൽ വലുത്. ആയതുകൊണ്ട് അവർക്കൊരു നല്ലൊരു പരിഹാരം വേണം. മറ്റൊന്ന്, പട്ടയ വിതരണം. അർഹരായവർക്കുള്ള പട്ടയ വിതരണം വേഗത്തിലാക്കുക. ഭൂനിയമ പട്ട ഭേദഗതിയെ തുടർന്ന് ഏർപ്പെടുത്തിയ ക്രമവൽക്കരണ ഫീസുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക. അന്യായമായ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആരോഗ്യ മേഖല 2014 ആരംഭിച്ച കോട്ടയം മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒരു റഫറൽ ഹോസ്പിറ്റലായിട്ടാണ്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. എല്ലാ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളും എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്ന രൂപത്തിലാവണമെന്നത് പാവപ്പെട്ട കർഷകർ താമസിക്കുന്ന ലയങ്ങൾ വളരെ പ്രയാസത്തിലാണ്. അതിന് ഒരു പുനരധിവാസ പദ്ധതികളോ മറ്റോ ഏർപ്പെടുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ശബരി റെയിൽപാത വർഷങ്ങളായി കേൾക്കുന്നു. ശബരി റെയിൽപാത എത്തലോടുകൂടെ ഭക്തജനങ്ങൾക്ക് ആശ്വാസമാണ്. ഈ നാടിൻ്റെ ഒരു വികസനമാണ്. അതും പെട്ടെന്ന് സാക്ഷാത്കരിക്കണം. ഞങ്ങൾ കണക്ക് കൂട്ടിയതിലും പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടങ്ങളാണ്. എല്ലാവരുടെയും ഒത്തൊരുമയും കൂട്ടായ്മയും
ഞങ്ങളെ സ്നേഹവിരുന്നിൽ എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുമുണ്ട്. എല്ലാ ബോർഡിലും സ്വീകരിക്കാൻ സ്വാമിജിമാരുണ്ട്, പാതിരിമാരുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ഈ മുദ്രാവാക്യം ഉൾക്കൊണ്ടു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ഈ പ്രസ്ഥാനം സ്ഥാപിതമായ അന്ന് തൊട്ടേ അതിൻ്റെ നായകൻ ഇന്ത്യൻ ഗാന്ധിമൂർത്തി പറഞ്ഞതാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, അത് കക്ഷി രാഷ്ട്രീയമല്ല, ഞങ്ങൾ ഒരു മുന്നണിയിലില്ല, ഘടകകക്ഷിയല്ല, രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കും. ഞങ്ങളുടെ നയം അതാത് സമയങ്ങൾ ഞങ്ങളുടെ ഉന്നത ബോഡി ചർച്ച ചെയ്ത് അത് ഞങ്ങളുടെ അണികളിലേക്ക് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കും. തെരഞ്ഞെടുപ്പായിട്ട് യാതൊരു ബന്ധവും ഈ യാത്രക്കില്ല. 99 യാത്ര നടത്തിയിട്ടുണ്ട്, 2012 യാത്ര നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇലക്ഷനുമായി ഇതുവരെ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗം ആളുകളും കേരളത്തിൽ നമ്മളെ കഴിഞ്ഞ സമ്മേളനം തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നഗറിലാണ് നിറഞ്ഞ് കവിഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയാതെ. അതിൻ്റെ ശേഷം പിന്നെ വേറൊറ്റ പരിപാടിയും ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അത്രമാത്രം ഞങ്ങളുടെ 3 സമ്മേളനങ്ങളും വമ്പിച്ച സ്വീകരണങ്ങളാണ് എല്ലായിടങ്ങളിലും കിട്ടിയത്.